അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടുകളിൽ നിന്നും ഹജ്ജിനായി പോയിട്ടുള്ള ഹാജിമാർ, ഹജ്ജുമ്മമാർ, അല്ലാഹു തആല അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ ഹാജിമാർ ഹജ്ജിന് പോകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ എല്ലാ നാടുകളിലും ഹാജിമാർക്കുള്ള യാത്രയയപ്പ് നടക്കുന്നുണ്ട്. അതുപോലെ ഹജ്ജ് ക്ലാസ്സുകളൊക്കെ പലതൊക്കെ നടന്നു കഴിഞ്ഞു. അപ്പോൾ എറണാകുളം ജില്ലയിലെ കാക്കനാടുള്ള തൃക്കാക്കര ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ സംഘടിപ്പിച്ച ഹാജിമാർക്കുള്ള ഒരു യാത്രയപ്പിൽ സംസാരിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൂടിയിട്ടുള്ള ഹാജിമാർക്കും അതുപോലെ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഇനി വരുന്ന വർഷങ്ങളിൽ ഹജ്ജിന് പോകുന്നവർ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തരത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ഭാഗം ക്ലാസ് നമ്മൾ മുമ്പ് കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അല്ലാഹു തആല ഇത് കേൾക്കാനും ഇതനുസരിച്ച് നമുക്ക് ജീവിതത്തിൽ അമൽ ചെയ്യാനും പടച്ചവൻ തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് കടക്കാം. ഹജ്ജിന് എന്ത് വേണം? ആരോഗ്യം വേണം. ആരോഗ്യം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഒരാൾ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരാൾക്ക് ആരോഗ്യമില്ല, നല്ല പൈസ ഉണ്ട്, പക്ഷെ ആരോഗ്യമില്ല, അയാൾ എന്താ ചെയ്യേണ്ടത്? മറ്റൊരാളെ പകരക്കാരനാക്കി വിടണം. എനിക്ക് നല്ല പൈസയുണ്ട്, പക്ഷെ എനിക്ക് കാല് തളർന്നുപോയി, കൈ തളർന്നുപോയി, അരക്ക് താഴേക്ക് തളർന്നുപോയി, എനിക്ക് ഹജ്ജിന് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? പകരക്കാരനായ ഒരാളെ ഹജ്ജിന് അയക്കണം. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഒരാൾ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ ഈ കൂട്ടത്തിൽ ചിലപ്പോൾ സ്വന്തത്തിന് വേണ്ടി ഹജ്ജ് ചെയ്യുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ മറ്റുള്ളവർക്ക് വേണ്ടി, ചിലപ്പോൾ ഉമ്മാക്ക് വേണ്ടിയോ വാപ്പാക്ക് വേണ്ടിയോ ഒക്കെ ഹജ്ജിന് പോകുന്നവരുണ്ടാവാം. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ രണ്ട് നിബന്ധനയാണ് നമുക്ക് കിതാബിൽ കാണാൻ പറ്റുക. ഒന്നാമത്തേത്, ആർക്കു വേണ്ടിയാണോ നമ്മൾ ഹജ്ജ് ചെയ്യുന്നത് അയാളുടെ അനുവാദം ഉണ്ടാവണം. വാപ്പയാണെങ്കിൽ വാപ്പായുടെ അനുവാദം, ഉമ്മയാണെങ്കിൽ ഉമ്മയുടെ അനുവാദം, അല്ലെങ്കിൽ മറ്റുള്ളവരാണെങ്കിൽ അവരുടെ അനുവാദം വേണം. പിന്നെയോ രണ്ടാമത്തേത്, ആർക്ക് വേണ്ടിയാണോ നമ്മൾ ഹജ്ജ് ചെയ്യുന്നത് അയാൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിവില്ലാതിരിക്കണം. വാപ്പാക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാലും വാപ്പാക്ക് പോവാൻ മടി, വാപ്പ പറഞ്ഞു നീ പോയിട്ട് വാ, അങ്ങനെയല്ല, വാപ്പാക്ക് പോവാൻ കഴിവില്ലാതിരിക്കണം. പിന്നെയോ അതുപോലെ തന്നെ ഈ ആർക്ക് വേണ്ടിയാണോ ഹജ്ജ് ചെയ്യുന്നത് അയാളുടെ അനുവാദവും വേണം. ഇനി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവാം, വാപ്പാക്ക് വേണ്ടിയോ ഉമ്മാക്കൊക്കെ വേണ്ടിയോ. അപ്പൊ ആരാണോ മരണപ്പെട്ടവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്നത് അവിടെ ഒരു നിബന്ധന നമുക്ക് കിതാബിൽ കാണാം. ആ വാപ്പാക്കോ ഉമ്മാക്കോ, മരണപ്പെട്ട വാപ്പാക്കോ ഉമ്മാക്കോ വേണ്ടി ഹജ്ജ് ചെയ്യുന്ന അയാൾ എന്ത് ചെയ്യണം? സ്വന്തമായി ഹജ്ജ് ചെയ്ത ആളാവണം. സ്വന്തമായി ഹജ്ജ് ചെയ്ത ആളാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മഖ്ബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ് ചെയ്ത മനുഷ്യൻ, മഖ്ബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ് ചെയ്ത മനുഷ്യൻ, ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന വലിയ ഒരു നേട്ടം ദുനിയാവിൽ ലാ ഫഖറ, അവനിക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല എന്നാണ്. അതായത് പൈസ ചിലപ്പോൾ കുറയും, ചിലപ്പോൾ കൂടും, അങ്ങനെയല്ല, പെട്ടുപോകുന്ന ഒരവസ്ഥ, ഒന്നുമില്ലാത്തൊരവസ്ഥ അല്ലാഹു തആല തരൂല. കാരണം അത് ഹാജിമാർക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ കൊടുക്കുന്ന വലിയ സൗഭാഗ്യങ്ങളിൽ ഒരല്പം ദുനിയാവിലും അവർക്ക് കൊടുക്കുമെന്നാണ്. ഹാജിമാർക്ക് സ്പെഷ്യലായി അവർക്കൊരു ദാരിദ്ര്യമുണ്ട അവസ്ഥ അല്ലാഹു തആല കൊടുക്കില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇതൊക്കെ നിങ്ങൾ കേട്ടതാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്, മുൻകഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നതായിരിക്കും, ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വേണം പോവാൻ. ഇത് തിരിച്ചു വന്നിട്ട് ഞാൻ മറ്റേത് ശരിയാക്കാം എന്നൊന്നും പറഞ്ഞിട്ട് വേണ്ട പോവാൻ. എല്ലാം സെറ്റാക്കിയിട്ട് വേണം പോവാൻ. കാരണം ഇതൊരു യാത്രയാണ്, ഇതൊരു യാത്രയാണ്. നമുക്കറിയില്ല നമ്മൾ ഇബ്രാഹിം നബിയുടെ വിളികേട്ടാണോ പോകുന്നത് അതോ അസ്രായേലിൻ്റെ വിളികേട്ടാണോ പോകുന്നത്, നമുക്ക് ഒരു ഉറപ്പില്ല. കഴിഞ്ഞ വർഷം തന്നെ 1000-ലധികം ആളുകളാണ് ചൂടുകൊണ്ട് മാത്രം മരണപ്പെട്ടു പോയത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്ക് ഖൈറായ രൂപത്തിൽ അമലുകൾ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് കുടുംബക്കാർ, കൂട്ടുകാർ, ബന്ധുക്കൾ, അയൽവാസികൾ, നാട്ടുകാർ എല്ലാവരോടും, മുസ്ലിം മാത്രമല്ല, നമ്മുടെ അയൽവാസി ഗോപാലൻ ചേട്ടൻ ഉണ്ടാകും, മറിയമ്മ ചേച്ചി ഉണ്ടാകും, നമ്മുടെ ഉമ്മാടെ കൂട്ടുകാരിയായിരിക്കും. അപ്പോൾ അവരോടും പറയാം, ചേച്ചിയെ ഞാൻ ഹജ്ജിന് പോവാണ്, മക്കത്ത് പോവാം. അവർക്ക് ഹജ്ജ് എന്ന് പറയാം, ഞാൻ മക്കത്ത് പോവാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞിട്ട് വേണം പോവാൻ. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വേണം പോവാൻ. ആരോടും ഒരു പരാതിയോ പരിഭവം ഇല്ലാതെ നല്ല റാഹത്തായി വേണം പോവാൻ. പിന്നെയോ പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്, ഏതെങ്കിലും ഒരു അനാഥക്കോ അഗതിക്കോ വിധവയായ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുക്കുക.
നമ്മുടെ നാട്ടിലൊക്കെ അത് എന്താ, ഹജ്ജിന് പോകുന്നതിന് മുമ്പ് വീട്ടിൽ വിളിച്ചിട്ട് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഹദിയ കൊടുക്കുക. എന്താ മനസ്സിൽ കരുതേണ്ടത്? അള്ളാഹുവേ, എൻ്റെ ഹജ്ജ് മഖബൂലും മബ്റൂറുമായി എനിക്ക് പൂർത്തിയാക്കാൻ പറ്റണം, എൻ്റെ യാത്രയെല്ലാം എളുപ്പമാവണം, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, ഇതാ ഈ സ്വതക്ക ഞാൻ കൊടുക്കുകയാണ്, ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ എല്ലാ കാര്യം റാഹത്തിലാക്കണേ എന്ന് മനസ്സിൽ കരുതി ആർക്ക് ഒരു 100 രൂപ മതി, ഒരു 50 രൂപ മതി, എന്തെങ്കിലും ഒരാൾക്കൊരു സ്വതക്ക കൊടുത്തിട്ട് വേണം പോവാൻ. അതും സുന്നത്താണെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. പിന്നെ 132 കിലോമീറ്റർ അപ്പുറമുള്ള യാത്ര പോവുകയാണെങ്കിൽ, ഇതിപ്പം 132 അല്ലല്ലോ, 4000 സംതിങ് കിലോമീറ്റർ അകലെയാണ് നമ്മൾ പോകുന്ന യാത്ര. അപ്പോൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഹജ്ജിൻ്റെ ക്ലാസ്സിലൊക്കെ അമീറന്മാർ പറഞ്ഞു തന്നിട്ടുണ്ടാകും, എന്നാൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, 2 റക്അത്ത് യാത്രയുടെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക. ഇതൊക്കെ കേട്ട് ബേജാറായിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇതൊക്കെ സുന്നത്തായ കാര്യമാണ്. ചില ആളുകൾക്ക് എപ്പോഴും ബേജാറാണ്. എന്താ, ആ ഉസ്താദ് ആ പ്രസംഗത്തിൽ അങ്ങനെ ഒരു ദിക്ർ പറഞ്ഞു, പക്ഷേ എനിക്ക് ചൊല്ലാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി. ഒരു കുഴപ്പമില്ല, ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഫർളായ കാര്യങ്ങൾ ചെയ്യുക, അവിടെ ചെന്നിട്ട് ഫർളായ കാര്യങ്ങൾ ചെയ്യുക. ഹജ്ജിൽ നാവ് കൊണ്ട് ഹജ്ജിൽ ഒന്നും പറയൽ നിർബന്ധമില്ല, എല്ലാം പ്രവൃത്തിയാണ്. ഹജ്ജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടൊന്നും പറയൽ നിർബന്ധമില്ല, എല്ലാം പ്രവൃത്തിയാണ്. നിയ്യത്ത് മനസ്സിൽ കരുതലാണ്, അല്ലേ? ഇഹ്റാം നിയ്യത്ത് മനസ്സിൽ കരുതി നമ്മൾ വസ്ത്രം ധരിക്കലാണ്. പിന്നെയോ ത്വവാഫ് ചെയ്യുക, സഅയ് ചെയ്യുക, അതുപോലെ തന്നെ അറഫയിൽ പോവുക, അതുപോലെ മുസ്ദലിഫയിൽ പോവുക, ജംറകളിൽ പോവുക, ഇതൊക്കെ എന്താണ്? പ്രവൃത്തിയാണ്. അപ്പോൾ അതാണ് പറഞ്ഞ ആരോഗ്യമാണ് വേണ്ടത്. നാവ് കൊണ്ട് ആ സമയത്ത് നമ്മൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന് പറയും, അത് സുന്നത്താണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ആ ദുആ മറന്നുപോയി, ഈ ദുആ മറന്നുപോയി, അയ്യോ എന്ത് ചെയ്യും, അങ്ങനെ ഒരു ബേജാറ് വേണ്ട. ഇത് ഓർമ്മയിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. എന്നാ പറയട്ടെ, ഇറങ്ങുന്ന യാത്ര, നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? 2 റക്അത്ത് നിസ്കരിക്കും. യാത്ര പോകുന്ന ദിവസം 2 റക്അത്ത് നിസ്കരിക്കുക. യാത്രയുടെ സുന്നത്തായ 2 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ നിസ്കരിക്കുക. അതിൽ 1-ാമത്തെ ഫാത്തിഹ ഓതി 1-ാമത്തെ റക്അത്തിൽ ഓർമ്മയുണ്ടെങ്കിൽ സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതുക. 2-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക. അങ്ങനെ നിസ്കാരം പൂർത്തിയാക്കുക. ആയത്തുൽ കുർസി ഓതി നെഞ്ചത്ത് ഓതുക. എന്നിട്ടോ വലത് കാലുകൊണ്ട് ചെരുപ്പിടുക, ഇടത് കാലുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയൽ സുന്നത്താണ്. പിന്നെയോ തിരിഞ്ഞു നിന്നിട്ട് അവിടെയുള്ള നമ്മുടെ കുടുംബക്കാർ, കൂട്ടുകാർ, നാട്ടുകാർ എല്ലാവരോടും ഞാൻ പോയിട്ട് വരാം, നിങ്ങൾ എല്ലാവരും ദുആരക്കണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് ഉറക്കെ അവരോട് സലാം പറയലും സുന്നത്താണെന്നൊക്കെ നമുക്ക് കിതാബിൽ കാണാം. പിന്നെ മക്കയുള്ളവർക്ക്, ഇപ്പോൾ ഹജ്ജിന് പോകുന്നവർ മാത്രമല്ല അല്ലാത്തവരുണ്ടാകും. അപ്പോൾ ഈ ഒരു ഹാജി ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഹാജി നമ്മുടെ കണ്ണിൽ നിന്നും മറയുന്നത് വരെ നോക്കി നിൽക്കൽ സുന്നത്താണ്. പിന്നെയോ ബാങ്ക് പൂർണ്ണമായും വിളിക്കുക. ചില ആൾക്കാർ കാറെടുത്ത് ഇങ്ങനെ ബാങ്ക് വിളിക്കും, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്ക് വിളിക്കും. പക്ഷേ ആ ഹാജി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി എന്താ ബാങ്ക്, ചിലപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർത്തും. അങ്ങനെയല്ല, ഹാജി പോയി കഴിഞ്ഞാലും ആ ബാങ്ക് പൂർത്തിയാക്കി വിളിക്കാൻ സുന്നത്താണ്. പിന്നെ ഹാജി എല്ലാവരോടും സലാം പറഞ്ഞിട്ട് പിന്നെ വാഹനത്തിൽ കയറി വാഹനത്തിൻ്റെ ദുആ അതൊക്കെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് സുന്നത്തായ കാര്യങ്ങളാണ്. ഇതൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റിക്കോ, പലർക്കും പല അവസ്ഥകളായിരിക്കും, ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല, അല്ലോ എൻ്റെ ഹജ്ജ് പോയി എന്നൊന്നും ആരും ബേജാറാവേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നാവ് കൊണ്ട് ഹജ്ജിൽ നിർബന്ധമായതെല്ലാം ചെയ്യലാണ് ശരീരം കൊണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ദിക്റുകളും ദുആകളൊക്കെ ഉണ്ട്. ഈ ത്വവാഫ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിലൊക്കെ ദുആകളുണ്ട്, അതുപോലെ ദിക്റുകളുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ആ ദിക്റുകളൊക്കെ നമുക്ക് ത്വവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പറയാം. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞ ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. എനിക്കൊന്നും അറിയില്ല, എനിക്ക് അറബി അറിയില്ല, എനിക്ക് സ്ഥലം അറിയില്ല, എനിക്ക് ഞാൻ എന്ത് ചെയ്യും, ആര് പറഞ്ഞു തരും, ഇതൊക്കെ അറിയായിട്ടാണോ ഈ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നത്? ബേജാറ് വേണ്ട. എല്ലാം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, എല്ലാം അല്ലാഹു തവക്കുല. ചില ആളുകളുണ്ട് എല്ലാം അറിയാം, എല്ലാം പെർഫെക്റ്റ് ആണ്, എല്ലാം എവിടെയൊക്കെ പോകണം, എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അറിയാം. വേറൊരാൾക്ക് ഒന്നും അറിയില്ല, പക്ഷെ അല്ലാഹു തആല സ്വീകരിക്കുന്നത് ഈ ഒന്നും അറിയാത്ത ആളുടെ ഹജ്ജായിരിക്കും. പറയാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന രൂപത്തിൽ ഫർളായ കാര്യങ്ങൾ എല്ലാം അറിയാവുന്ന രൂപത്തിൽ ചെയ്യുക, സുന്നത്ത് പറ്റുന്നത് പോലെ ചെയ്യുക. ഇനി എന്തെങ്കിലും നമ്മൾ ഹജ്ജിൽ വിട്ടുപോയാൽ,
ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുപോയാൽ അതിനവിടെ പരിഹാരമുണ്ട്. അതൊക്കെ ആ സമയത്ത് എന്തെങ്കിലും നമുക്ക് തൊവാഫിൻ്റെ ഇടയിലോ സഅയ് ചെയ്യുന്നതിൻ്റെ ഇടയിലോ അറഫയുടെ ഭാഗത്തൊക്കെ എന്തെങ്കിലും അറഫയുടെ ഭാഗത്തും അതുപോലെ മിനയിലും മുസ്ദലിഫയിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഇബാദത്ത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മുടെ അമീറന്മാരോട് ചോദിക്കുക, അതിനുള്ള പരിഹാരം അവിടെയുണ്ട്. ഫിദിയ കൊടുക്കൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഞാനിപ്പോൾ പറയുന്നില്ല, എല്ലാം പറഞ്ഞാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി സഹോദരിമാരെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ സമയത്ത് നിസ്കാരം പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അതിനുമൊക്കെ അവിടെ പരിഹാരമുണ്ട്. അതൊക്കെ ആ സമയത്തുള്ള നിങ്ങളുടെ അമീറന്മാരോട് ചോദിച്ചാൽ മതിയാകും. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ ശരീരം മാത്രമല്ല മനസ്സും വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മക്കത്തുണ്ടാകും, പക്ഷേ മനസ്സ് മുഴുവനും കാക്കനാട് നമ്മുടെ തൃക്കാക്കരയിലുള്ള നമ്മുടെ ചായക്കടയിലായിരിക്കും. ഇന്ന് ആരായിരിക്കും വന്നിട്ടുണ്ടാവുക, ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, ഇന്ന് പിരിക്കാൻ വേണ്ടി അവൻ വരുന്നത്. അങ്ങനെയല്ല, നമ്മുടെ മനസ്സ് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഇറങ്ങണം. കച്ചവടം, മക്കൾ, കുടുംബം, വീട്, ബിസിനസ് ഒന്നും ചിന്തിക്കണ്ട. ഇത് മിനിറ്റിന് എടാ നീ അവിടെ പോയാ പൈസ വാങ്ങിച്ചോ വെക്കും, എടാ അത് പോയാ അവിടെ, ഞാൻ ഇന്ന് പറഞ്ഞല്ലോ പോനോട്. അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഹജ്ജിന് വന്നിട്ട് സത്യം പറഞ്ഞാൽ അയാൾ ഇവിടെ ഉണ്ടാകുന്നതിനേക്കാൾ സെറ്റപ്പായിട്ട് ഹജ്ജിന് മക്കത്ത് നിന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും അത് ബിസിനസ്സിന് വേണ്ടിയാണോ? അന്നെങ്കിൽ പിന്നെ പോകണ്ട, ഇവിടെ നിന്നിട്ട് അത് ബിസിനസ് ചെയ്താൽ പോരെ. ഒരിക്കലും അങ്ങനെയാവരുത്. പിന്നെയോ സൂക്ഷ്മത പാലിക്കണം. വാക്കിൽ, പ്രവൃത്തി, ഞാൻ നിർത്തുകയാണ്, നമ്മുടെ വാക്കിൽ, പ്രവൃത്തിയിൽ എല്ലാത്തിലും സൂക്ഷ്മത വേണം. പിന്നെ പുരുഷന്മാർ അവർ ഇഹ്റാം വസ്ത്രം ധരിക്കും, ഇല്ല? ഇഹ്റാം വസ്ത്രം ധരിക്കാൻ നമ്മൾ പഠിച്ചതാണ്, അല്ലെ? ഒരു മുണ്ട് ഉടുക്കുന്നു, മറ്റൊരു മുണ്ട് നമ്മൾ ഇങ്ങനെ പുതക്കുന്നു. അപ്പോൾ ചില ആളുകളുണ്ട് ഈ മുണ്ടെടുക്കുന്ന സമയത്ത് ഈ പൊക്കിളൊക്കെ ഇങ്ങനെ കാണിച്ച് പൊക്കിളിൻ്റെ അടിയിൽ കൂടെ പുരുഷന്മാർ മുണ്ടെടുക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഔറത്താണ്. ഒരിക്കലും അങ്ങനെ. ചിലക്കാർ ഈമാൻ കയറി അങ്ങോട്ട് മുട്ടിൻ്റെ മേളിൽ ഉടുക്കും. അങ്ങനെയും ആവരുത്. നമ്മുടെ മുട്ടുപൊക്കൽ മുഴുവനും മറഞ്ഞിരിക്കുന്ന രൂപത്തിലാവണം ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുന്നത്. ചില ആൾക്കാർ ധരിച്ചിട്ട് ചിലപ്പോൾ ഈ ഇഴച്ച് നടക്കുന്ന കാല് നെരിയാണിക്ക് താഴെ മുണ്ടുപോകുന്നൊരവസ്ഥ, അതും ഉണ്ടാവരുത്. പിന്നെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുക, എപ്പോൾ തട്ടമിടുമ്പോഴും എപ്പോൾ തട്ടമിട്ടാലും അവിടെ പോയിട്ട് പ്രത്യേകിച്ച് മുടി പുറത്ത് കാണുന്ന ചില ആൾക്കാരുടെ മുടിയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ തട്ടമിടും. ഒരിക്കലും അങ്ങനെ ആവരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ തട്ടമിടുന്ന സമയത്ത് ഇങ്ങനെ ഈ അവിടെ ചെല്ലുമ്പോൾ പല രാജ്യക്കാരായ ആളുകളുണ്ടാവും. മിക്കപ്പോഴും ഈ കസാക്കിസ്ഥാൻ അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ വരുന്ന ആളുകൾ, സ്ത്രീകളൊക്കെ ഇതിങ്ങനെയാണ് തട്ടിടുന്നത്. അതായത് ഈ താടിയെല്ലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടാണ്. ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇവിടെയൊക്കെ ചിലപ്പോൾ തട്ടുവിട്ടാലും നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ഇതും ഔറത്താണ്. അതുകൊണ്ട് ഈ താടിയെല്ലുണ്ടല്ലോ, താടിയെല്ലിലൂടെ ഇങ്ങനെ വേണം തട്ടവിടാൻ. അല്ലാതെ ഈ കീഴ്ത്താടി കാണിച്ചുകൊണ്ട് തട്ടം ഇടാതെ സൂക്ഷിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ ദുആഇൻ്റെ മനസ്സ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോഴേ നിങ്ങൾ ഹാജിമാരാണ്, ദുആ ചെയ്യണം. എത്രയോ ആളുകൾ ഹജ്ജിന് പോകാൻ പറ്റാത്ത രൂപത്തിൽ ആക്സിഡൻ്റായി, എത്രയോ ആളുകൾ രോഗികളായി, എത്രയോ ആളുകൾ ഹജ്ജിന് പോവേണ്ട തലേ ദിവസം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് കുടുങ്ങിൽ പോകുന്ന ആളുകൾ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നല്ല രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. പിന്നെയോ അവസാനമായി പറയുന്നൊരു കാര്യം, ഹറമ് അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. ഹജറുൽ അസ്വദ് മുത്താൻ പറ്റിയില്ല, എൻ്റെ ഹജ്ജ് കിട്ടിയില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഹജറുൽ അസ്വദൊക്കെ മുത്തൽ എന്താ സുന്നത്താണ്, പറ്റുമെങ്കിൽ. ഇല്ലെങ്കിൽ എന്താ, കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് നമ്മളിങ്ങനെ ചുംബിക്കുക. ഈ ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നും ഇറക്കി ഭൂമിയിലേക്ക്. ആ സമയത്ത് ആ കല്ലിൻ്റെ പ്രകാശം അവിടെ ആകെ പരന്നു. ആ പരന്ന പ്രദേശമാണ് ഹറമായിട്ട് പരിഗണിക്കുക എന്ന് നമുക്ക് കിതാബിലൊക്കെ കാണാം. അപ്പൊ എവിടെ ഹറമിന്റെ ഏത് ഭാഗത്ത് നിന്നും നമ്മൾ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 1,00,000 സുബ്ഹാനല്ലാഹ് പറഞ്ഞ പ്രതിഫലമാണ്. ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ 1,00,000-ലധികം വരുന്ന അൽഹംദുലില്ലാഹ് പറഞ്ഞ പ്രതിഫലമാണ്. അതുകൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഹറമിൽ നിസ്കരിക്കാൻ പറ്റുന്ന അവസരത്തിൽ ഹറമിൽ തന്നെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം, കൂടെയുള്ള ആളുകളെ കൂടി ഒന്ന് പരിഗണിക്കുക. നമ്മുടെ കൂട്ടത്തിൽ ഒരു കാല് വയ്യാത്തൊരു ഉപ്പ ഉണ്ട്, ഒരാളുണ്ടെങ്കിൽ അയാളെ അവൻ എങ്ങോട്ട് പോട്ടെ, അങ്ങനെയൊന്നല്ല, അയാളെ കൂടി ഒന്ന് പരിഗണിക്കുക. ബലഹീനരായ ആളുകൾ, രോഗികളായ ആളുകൾ, ശ്വാസമുട്ടുള്ള ആളുകൾ, മുട്ടിന് തേയ്മാനമുള്ള ആളുകൾ, വൃദ്ധന്മാർ, അവരെ കൂടി ഒന്ന് പരിഗണിച്ചാൽ വലിയ കൂലി നമുക്ക് കിട്ടും. നബി തങ്ങൾ പറയുന്നു, മൻ മശാ ഫീ ഹാജത അഖീഹി കാന ഖൈറൻ ലഹു മിനൽ ഇഅ്തികാഫി 10 സിനീൻ. അതായത് ഒരു ബലഹീനനായ ഒരു ഉപ്പ, ഒരു ഉമ്മ, അല്ലെങ്കിൽ എന്താണ് ഒരു രോഗിയായ ആള്, അയാളെ കൂടി ഒരു ഈ വീൽ ചെയർ തള്ളാൻ നമ്മളെ സഹായിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും താഴെ പോയി അതൊന്ന് എടുത്തു കൊടുക്കാൻ നമ്മളെ സഹായിച്ചു,
അല്ലെങ്കിൽ ഒരാളെ കാണുന്നില്ല, നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കുന്നു, അതൊക്കെ എന്താണ്? വലിയ കൂലിയുള്ള കാര്യമാണ് എന്നാണ് ഈ ഹദീസിൽ കാണാൻ പറ്റുന്നത്. മറ്റൊരു കാര്യം, നിർബന്ധ ബുദ്ധി ഒഴിവാക്കണം. നിർബന്ധ ബുദ്ധി ഒഴിവാക്കുക. ചില ആളുകൾ, എടോ 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ എന്നെ തന്നില്ലേ, അമീറിനോട് പറയുന്ന തന്നില്ലേ, പിന്നെ ഞാൻ പറയുന്ന രൂപ നിങ്ങൾക്ക് തന്നാൽ എന്നൊക്കെ പോയി അവിടെ എത്തി ഈ കവലപ്രസംഗം പറയുന്ന ആളുകളുടെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇത് അമീറന്മാർ പറയും പോലെയല്ല. അവിടെ അതിൻ്റെതായ സംവിധാനത്ത് നമ്മൾ എവിടെയാണോ സീറ്റ് കിട്ടുന്നത് അതുകൊണ്ട് അങ്ങോട്ട് തൃപ്തിപ്പെട്ടേക്കുക. ഈ നമ്മുടെ മിനയിലെ തമ്പുണ്ടല്ലോ, ആ തമ്പിൽ കിടന്ന് മലയാളികൾ പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്, വേറെ ആരും പറയില്ല, മലയാളികൾ. ശ്രദ്ധിച്ച് കേട്ടാൽ മതി, ശ്രദ്ധിച്ചിരുന്നാൽ മതി, കേൾക്കാൻ പറ്റും. തമ്പിൽ ഇപ്പോൾ പണ്ടൊക്കെ പറഞ്ഞാൽ ചെറിയ തമ്പായിരുന്നു, 5-6 പേർക്ക് പറ്റും. ഇപ്പം വിശാലതയുണ്ട്, പിന്നെ AC ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ തമ്പിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരാളുടെ കൈ അങ്ങോട്ട് മുട്ടും ഇങ്ങോട്ട് മുട്ടും, അപ്പോൾ ബേജാറാവും. ഒരിക്കലും ഏറ്റവും കൂടുതൽ ആ മിനയിലെ തമ്പിൽ വെച്ച് ഇങ്ങനെ വെറുതെ വളവളാന്നിങ്ങനെ സംസാരിച്ച് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ്, അമീറിൻ്റെ കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുവന്ന ഹജ്ജ് ട്രാവൽസിനെ കുറ്റം പറഞ്ഞ് നമ്മുടെ അമലുകൾ ഫസാദാക്കുന്ന ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യരുത് ഒരിക്കലും. അവിടെ വെച്ച് ചിലപ്പോൾ നമ്മൾ കാണാത്ത നമ്മുടെ നാട്ടിലെ പലരെയും കണ്ടേക്കും. ആ സമയത്ത് അതും ഇതുമൊക്കെ പറഞ്ഞ് നാട്ടിലെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ആ ഒരു പുണ്യമായ സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആ റൂമിൽ എൻ്റെ വാപ്പയുണ്ട്, ഈ റൂമിൽ എൻ്റെ ഭാര്യയുണ്ട്, എനിക്ക് അവിടെ പോയാൽ എന്താ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കരുത്. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. അവിടെ പരിമിതികൾ ഉണ്ടാകും. അവിടെ വാശിയും വൈരാഗ്യവും പകയൊക്കെ മാറ്റിവെച്ചിട്ട് എല്ലാം ഒരു സമന്വയ രൂപത്തിലായിരിക്കണം പോവേണ്ടത്. പിന്നെയോ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ വലാ റഫസ വലാ ഫുസൂക വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ അതെന്താ? ചില കാര്യങ്ങൾ ഞാൻ ഒന്നാമത്തേത് നമ്മുടെ കർമ്മങ്ങൾ, തൊവാഫ്, സഫ, മറുവ, അറഫ, ജംറകൾ, അതിലൊക്കെ നമ്മൾ കൃത്യമായി നമ്മളതിൽ പങ്കെടുക്കുക. അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കരുത്. പിന്നെയോ വലാ റഫസ, മോശം ചിന്ത പാടില്ല, ലൈംഗികമായ ചിന്തകൾ അവിടെ കൊണ്ടുവരാൻ പാടില്ല. അതും അങ്ങനെയുള്ള ഒരു നോട്ടമോ പ്രവൃത്തിയോ പാടില്ല. സ്വന്തം ഭാര്യയോട് പോലും ആ തരത്തിൽ അവിടെ വെച്ച് പെരുമാറാൻ പാടില്ല. വലാ ഫുസൂക, തെറ്റുകൾ, പാപങ്ങൾ. ഈ ചെരുപ്പ് മോഷണം നടക്കാൻ സാധ്യതയുണ്ട് അവിടെ. ഈ വരുന്ന ലക്ഷക്കണക്കിന് ആളുകളെല്ലാം പടച്ചോൻ്റെ ഔലിയാക്കളൊന്നും അല്ല വന്നത്, കുറേ മോശപ്പെട്ട ആളുകളുണ്ടാകും. നമ്മൾ എവിടെയെങ്കിലും ഒരു സാധനം വെച്ചാൽ തിരിയുന്ന സമയം കൊണ്ട് സാധനം എടുത്തുകൊണ്ട് പോകുന്ന ആളുകൾ വരെയുണ്ട്. അപ്പം അതുകൊണ്ട് ചെരുപ്പ്, എൻ്റെ ചെരുപ്പ് പോയി, ആരെടുത്തത് എന്നൊന്നും പറഞ്ഞാൽ അവിടെ ഒച്ചപ്പാട് ബഹളം എടുക്കും. ചെരുപ്പ് പോയാൽ ആ പോയി എന്ന് പറഞ്ഞ് എന്തെങ്കിലും 10 ദിർഹം ആശറ എന്നും പറഞ്ഞാൽ അവിടെ 10 ദിർഹമിന് മറ്റേ ഇത് വിൽക്കുന്നുണ്ടാവും. ഒരു ചെരുപ്പ് അങ്ങോട്ട് വാങ്ങിച്ചോളും. ഞാൻ പറയട്ടെ, എപ്പോഴും നമുക്ക് ഒരു ബാഗ് വേണം. ഇതൊക്കെ നിങ്ങൾക്ക് ഹജ്ജിൻ്റെ ഇതിൽ പറഞ്ഞു കാണും, എന്നാലും ഓർമ്മപ്പെടുത്തുകയാണ്. എപ്പോഴും ഒരു ബാഗ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. 2 ചെറിയ ബാഗ് എപ്പോഴും. അതിൽ നമ്മൾ ഇന്ത്യക്കാരനാണ്, കേരളക്കാരനാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, ആ ഐഡൻറ്റിറ്റി കാർഡ് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെയോ ഒരു ചെരുപ്പ്, നമ്മൾ ധരിക്കുന്ന ചെരുപ്പ്, ആ ചെരുപ്പ് സൂക്ഷിക്കാനുള്ള ഒരു കവറും ഉണ്ടാവണം. പിന്നെ അത്യാവശ്യം പനി, ജലദോഷം, അതുമായി ബന്ധപ്പെട്ട് ഡോക്ടറിനെ കണ്ട് നമ്മൾ ഇവിടെ വെച്ച് തന്നെ പനി വന്നാൽ എന്ത് കഴിക്കണം, ജലദോഷം വന്നാൽ എന്ത് കഴിക്കണം, അല്ലെങ്കിൽ അലർജി ഉണ്ട് വന്നാൽ എന്ത് കഴിക്കണം, അതിൻ്റെ ഗുളികകൾ ഉണ്ടാകും, അതും അതിൽ ഉണ്ടായിരിക്കണം. പിന്നെയോ തസ്ബീഹ് മാല, കൗണ്ടർ, പിന്നെ 2 ജോഡി ഡ്രസ്സ്, ഷോക്സ്, സെറ്റർ, അതൊക്കെ നമുക്ക് നമ്മുടെ റൂമിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ വെക്കേണ്ടതാണ്. പിന്നെയോ അവിടെ ചിലപ്പോൾ നല്ല ചൂടായിരിക്കാം, മദീനയിൽ ചിലപ്പോൾ തണുപ്പായിരിക്കാം, പല കാലാവസ്ഥയായിരിക്കും. അപ്പോൾ ഈ ചുണ്ടു പൊട്ടാൻ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ ചുണ്ടു പൊട്ടിയാൽ തേക്കുന്നൊരു ജെല്ലുണ്ട്, അതൊക്കെ കൊണ്ടുപോകാൻ മറന്നു പോകരുത്. പിന്നെ കണ്ണാടി വെക്കുന്നവരാണെങ്കിൽ ഒരു കണ്ണാടി എക്സ്ട്രാ ഉണ്ടെങ്കിൽ വലിയ ഹൈറാണ്. കാരണം അവിടെ എന്നൊക്കെ പറഞ്ഞാൽ തിരക്കാണ്, നല്ല ചിലപ്പോൾ ഒരു ഒറ്റ തള്ളായിരിക്കും, കണ്ണാടിക്ക് ഇത് ഇങ്ങനെയൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് കണ്ണാടിയൊക്കെ ചിലപ്പോൾ കൊണ്ടുപോകുന്ന കണ്ണാടി അതേപോലെ തിരിച്ചു ഒരുപാട് ആളുകൾ എന്നാലും ഒരു ഗ്ലാസ് ഉണ്ട്, അത് വെച്ചുകൊണ്ട് പോയി. തൊവാഫിൻ്റെ ഇടയിൽ ഒരു കൈ തട്ടി ഗ്ലാസ് താഴെ വീണു, ആരോ ചവിട്ടി, അത് പൊട്ടി, പിന്നെ ഇങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു ഗ്ലാസ് കൂടി ഓതാൻ നല്ലതാണ്. പിന്നെയോ ഉപ്പമാരും
ചിലപ്പോൾ തണുപ്പായിരിക്കാം, ചിലപ്പോൾ നല്ല ചൂടായിരിക്കാം. അപ്പോൾ എന്താണ്, കാലിലിടാൻ പറ്റുന്ന ഷോക്സ് എടുത്താൽ നല്ലതാണ്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞത് ചെരുപ്പ് മോഷണം പോകാൻ സാധ്യതയുണ്ട്, പോകുന്നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ്, ഒരു കവർ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ആ കവറിൽ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ആ കവറിൽ ഇട്ടിട്ട് ചിലപ്പോൾ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലോ വെച്ചിട്ട് വേണം നിസ്കരിക്കാൻ. പിന്നെ എപ്പോഴും ഒരു മുസല്ല കയ്യിൽ വേണം കേട്ടോ. ആ ചെറിയ ബാഗ് എന്ന് പറഞ്ഞില്ല, ആ ബാഗിൽ ഒരു മുസല്ല വേണം. ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് വിളിച്ച് ബാങ്ക് കേട്ടിട്ട് നമ്മൾ ഹറമിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഹറം എന്താണ് ഫുള്ളായി കാണും. പിന്നെ നമ്മൾ റോട്ടിലോ അല്ലെങ്കിൽ എന്താണ് ആ പോകുന്ന വഴിക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിസ്കരിക്കേണ്ടി വരിക. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ നിസ്കരിക്കുമ്പോൾ എന്താണ് ആളുകൾ നടന്നു പോകുന്ന സ്ഥലമായിരിക്കാം, അപ്പോൾ അവിടെ ഒരു മുസല്ല വിരിച്ചായിരിക്കണം നിസ്കരിക്കുക. അപ്പോൾ മുസല്ല എപ്പോഴും ചെറുത് നമ്മുടെ ഒരു കയ്യിൽ ഉണ്ടാവൽ നല്ലതാണ്. പിന്നെ നമ്മുടെ സഹപ്രവർത്തകരുണ്ടാകും അല്ലേ, നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന ഹജ്ജിന് വരുന്ന ആളുകൾ. അപ്പോൾ അവരെ കൂടി നമ്മളൊന്ന് പരിഗണിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിലപ്പോൾ ചില ആളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, അപ്പോൾ അങ്ങോട്ട് കൊടുത്തിട്ടൊന്ന് സഹായിക്കുക. അപ്പോൾ ആ സഹായ മനോഭാവമായിരിക്കണം ഹജ്ജിൽ വേണ്ടത്. പ്രത്യേകിച്ച് അറഫയിലും അതുപോലെ തന്നെ മുസ്ദലിഫയിലും അതുപോലെ മിനയിലൊക്കെ എല്ലാം വേണ്ടത് സഹകരണമാണ്. സഹകരണമില്ലാതെ ഞാൻ മാത്രം എൻ്റെ മാത്രം എന്ന് പറഞ്ഞുള്ള ആ ചിന്ത ഉണ്ടെങ്കിൽ ഒന്നും ഹജ്ജിൻ്റെ ഒരു റാഹത്തും ഉണ്ടാവില്ല. എല്ലാവരെയും പരിഗണിച്ചു കൊണ്ടുള്ളൊരു ഹജ്ജാണ് യഥാർത്ഥത്തിൽ ഹജ്ജ്, അല്ലാഹു തആല സ്വീകരിക്കുന്ന ഹജ്ജ്. പിന്നെയോ ചെയ്ത അമലുകൾ എടുത്തു പറഞ്ഞ് നടക്കരുത്. അറിഞ്ഞോ, ഞാൻ ഇന്ന് 15 വട്ടം തവാഫ് ചെയ്തു, എന്ത് കിട്ടും? അത് ചെയ്തെങ്കിൽ അത് മനസ്സിലിരിക്കട്ടെ. ഞാൻ ഹജ്ജൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് ഞാൻ 2 ഖത്തമാണ് എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി 2 ഖത്തം ഞാൻ ഇവിടെ ഒരു നോതി. അത് ആർക്കെങ്കിലും കിട്ടണമെങ്കിൽ ആ ചെയ്തത് പറയാതെ മനസ്സിൽ തന്നെ വെക്കുക. അപ്പം അതുകൊണ്ട് ചെയ്ത അമലുകൾ ഇങ്ങനെ എടുത്തു പറയുന്ന ഒരവസ്ഥ. ചിലപ്പോൾ ഓതാൻ പറ്റാത്ത ആളുകളുണ്ടാകും, ചിലപ്പോൾ തവാഫ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാകും. അല്ലെങ്കിൽ എന്താണ്, ഹജറുൽ അസ്വദിൽ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നു എന്നൊക്കെ വന്ന് പറയുമ്പോൾ അതെന്താണ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ, അത് അവരുടെ മനസ്സിലൊരു വിഷമം ഉണ്ടാകും. അതുകൊണ്ട് ചെയ്ത അമലുകൾ നമ്മളും പടച്ചവനും തമ്മിൽ ഇരിക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം, ചെയ്യുന്ന പലരും ഉണ്ട്, പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ പാടില്ല. കച്ചവട മൈൻഡുമായി പോകുന്ന ആളുകളുണ്ടാവും. ഇവിടെ അച്ചാർ ബിസിനസ്സാണ്, കുറേ അച്ചാറുമായിട്ട് പോകും. എന്നിട്ട് അവിടെ അതെ റൂം നമ്പർ 302 മീനച്ചാർ കിട്ടും, വേണമെങ്കിൽ വന്നാൽ തരാം, പൈസക്ക് തരാം. അവലൂസ് പൊടി, അതുപോലെ തന്നെ എന്താണ് ഈ അവലൂസ് പൊടിയും അതുപോലെ എന്താണ് ഇപ്പോൾ പറഞ്ഞ മീനച്ചാറ്, അതുപോലെ കുറേ സാധനങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. ഒരിക്കലും കച്ചവടം അവിടെ വെച്ച് വേണ്ട, ആ പരിപാടിക്ക് നിൽക്കരുത്. കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് ഈത്തപ്പഴം ഇങ്ങോട്ട് കൊണ്ടുവരും, എന്താ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം, അങ്ങനത്തെ പരിപാടിക്ക് കച്ചവട മൈൻഡ്. അതൊക്കെ വേണമെങ്കിൽ അതല്ലാത്ത രൂപത്തിൽ ഹജ്ജിനോ ഉംറക്കോ അല്ലാത്ത രൂപത്തിൽ പോയിട്ട് വേണമെങ്കിൽ സാധനം വാങ്ങിച്ചുകൊണ്ട് പോവാ. അതല്ലാതെ ഹജ്ജിന് പോയിട്ട് അവിടെ കച്ചവടം നടത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടാവരുത്. ചമ്മന്തിപ്പൊടിയും അതുപോലെ അവലോസ് പൊടി, അവലോസ് ഉണ്ടയൊക്കെ കൊണ്ടുപോയി അവിടെ വിൽക്കുന്ന പലരുമുണ്ട്. പലരും ഹജ്ജ് പോയി വന്നപ്പോൾ പറഞ്ഞതാണ്, എൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ അവിടെ അവലൂസ് പൊടി വിറ്റ് കുറേ പൈസ ഉണ്ടാക്കി. കാരണം വാങ്ങാൻ ആളുകളുണ്ടാകും, വേറെ രാജ്യക്കാരെ, അവർക്ക് എന്താ അവലൂസ് പൊടി ഒന്നും കണ്ടിട്ടുണ്ടാവില്ല, മീനച്ചറാവ് നല്ല രുചിയാണെന്നൊക്കെ കുറേ വാങ്ങിച്ചുകൊണ്ട് പോകും. അവിടെ വെച്ച് കച്ചവടം മൈൻഡ് പാടില്ല. പിന്നെയോ പോകുന്ന സമയത്ത് ആരെങ്കിലും നമുക്കൊരു സാധനം തന്നാൽ, ആരെങ്കിലും, അത് നമ്മുടെ എന്താണ് കുടുംബക്കാരാവട്ടെ കൂട്ടുകാർ, എന്തെങ്കിലും ഒരു ഇതാ ഇത് കൊണ്ടുപോയിക്കോ, കുറച്ച് അവലൂസ് പൊടിയാണ് അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടിയാണ് അല്ലെങ്കിൽ എന്താണ് ചക്ക പൊരിച്ചതാണെന്നൊക്കെ പറഞ്ഞ് തരുമ്പോൾ ഒന്ന് തുറന്നു നോക്കേണ്ട ബാധ്യതയുണ്ട്. കാരണം ഒരുപാട് പേര് അങ്ങനെ പെട്ടുപോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഹജ്ജിൻ്റെ ഉംറയുടെ സീസണിലാണ് മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ. ഇന്നത്തെ കാലത്ത്, പണ്ട് കുറവായിരുന്നു, ഇന്ന് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി തന്നെയുള്ള ആളുകളുണ്ട്. നമ്മുടെ കൊടുക്കാൻ വേണ്ടിയുള്ള പല ആളുകളും അതിൻ്റെ പിറകിലുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ആരെന്ത് നമുക്ക് കൊണ്ടുപോകാൻ സാധനം തന്നാലും അതൊന്ന് തുറന്നു നോക്കി അത് ഇതാണെന്ന് ഉറപ്പാക്കേണ്ട ബാധ്യതയുണ്ട്. ചിലപ്പോൾ പറയും അത് ഹജ്ജിന് വരുമ്പോൾ എൻ്റെ മകൻ അവിടെ വരും, അപ്പോൾ മകനിക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞവർ ചിലപ്പോൾ നമ്മുടെ അയൽവാസി ആയിരിക്കാം. ആയിക്കോട്ടെ, നമുക്കതിൽ നമുക്കതിൽ ഒരു വിശ്വാസക്കുറവൊന്നുമില്ല. എന്നാലും എത്രയോ അയൽവാസികൾ, എത്രയോ കുടുംബക്കാർ, എത്രയോ മരുമക്കളുടെ കുടുംബക്കാർ എത്രയോ പേരെ വഞ്ചിച്ചിരിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത വന്നാൽ അവിടെ പിടിച്ചു വെക്കും. പിന്നെ അന്നത്തെ ഹജ്ജ് നമുക്ക് കുളവായി പോകും. അതുകൊണ്ട് ആരെന്ത് സാധനം തന്നാലും ഒന്ന് തുറന്നു വെക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട്. ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. അവസാനമായിട്ട് പറയട്ടെ, ഹജ്ജ് അത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദുആയാണ് പ്രധാനം. അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആനോത്ത്, അതുപോലെ ദിക്ർ, സ്വലാത്ത്, എല്ലാവരോടും എന്താ സ്നേഹത്തോടെ പെരുമാറുക. അതുപോലെ നിങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ പേരെടുത്തു പറഞ്ഞ് നിങ്ങൾക്ക് ദ്വാരക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ നിങ്ങൾ ദ്വാരക്കണം. അപ്പോൾ ദുആ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുക. പിന്നെ അതുപോലെ തന്നെ വിശുദ്ധമായ, പിന്നെ സംസം വെള്ളം, ചില ആൾക്കാരുണ്ട് കുറച്ച് സംസം വെള്ളം കുടിക്കും. അങ്ങനെയൊന്നുമല്ല. സംസം വെള്ളം
നിന്ന് തന്നെ കുടിക്കണോ അങ്ങനെയൊന്നുമില്ല. ഇരുന്ന് കുടിക്കൽ, സംസം വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കാം. നിന്ന് കുടിച്ചു എന്നൊക്കെ ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തിരക്കുള്ള സമയത്തായിരുന്നു. അപ്പോൾ നമുക്ക് ഇരുന്ന് തന്നെയാണ് കുടിക്കൽ നല്ലത്. ഇരുന്ന് കുടിക്കുക, കിബിലയിലേക്ക്, കഅബയിലേക്ക് നേരെ തിരിഞ്ഞ് കുടിക്കുക. പിന്നെ എന്തെങ്കിലും മനസ്സിൽ നമ്മൾ കരുതി അല്ലാഹുവേ എൻ്റെ പ്രയാസങ്ങൾ മാറ്റണേ, കടങ്ങൾ മാറ്റണേ, അങ്ങനെ ആ മനസ്സിൽ കരുതി നമ്മൾ കുടിക്കാം. അതുപോലെ തന്നെ സംസം വെള്ളം ആവോളം കുടിക്കാം. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ആദ്യമായിട്ട് റൂമിലൊക്കെ ചെന്ന് നമ്മൾ എന്താണ് ആദ്യമായിട്ട് തൊവാഫ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ തൊവാഫൊക്കെ ചെയ്ത് വന്ന് ക്ഷീണിക്കുമ്പോൾ നോക്കുമ്പോൾ നല്ല തണുത്ത സംസം വെള്ളമൊക്കെ അവിടെ ഉണ്ടാകും. ചെന്ന പാഴ് അതെടുത്തിട്ട് കുടിച്ച് ബറക്കത്താന്നൊക്കെ തലയെ കൂടിയൊക്കെ വാരി ഒഴിച്ചാൽ പിറ്റേന്ന് പനി പിടിച്ച് അവിടെ കിടന്നു പോകും. അതുകൊണ്ട് പരമാവധി തണുപ്പില്ലാത്ത സംസം വെള്ളമായിരിക്കണം കുടിക്കേണ്ടത്. പലരും ചെന്ന ഉടൻ തന്നെ സംസം വെള്ളം നല്ല രസം കുടിക്കാൻ, അങ്ങനെ ഇങ്ങനെ ഓരോ ക്യാനിലിങ്ങനെ എടുക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി അതൊക്കെ പറയുമ്പോൾ തന്നെ ആ സംസം വെള്ളം അല്ലേ, നമ്മളൊക്കെ ഇപ്പോൾ ഒരു കുപ്പി കിട്ടിയ ഇച്ചിരി കുടിക്കും, മാറ്റി വെക്കും. കുറച്ച് മക്കളൊക്കെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇച്ചിരി എടുത്തിട്ട് ഇങ്ങനെയൊക്കെ തട്ടി കൊടുക്കുന്ന സംസം വെള്ളം നമുക്ക് എത്ര കുടിച്ചാലും മതിയാവാതെ ഇങ്ങനെ പൈപ്പിങ്ങനെ നിരന്ന് നിൽക്കുകയാം. എവിടെ വേണമെങ്കിലും പോയി എടുക്കാം. അപ്പോൾ തണുത്തതുണ്ടാകും, തണുക്കാത്തത് കുടിക്കലാണ് നല്ലത്. അപ്പോൾ ഇതുപോലുള്ള എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് ഓർമ്മപ്പെടുത്തി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതല്ലാത്ത എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമീറന്മാരോട് ചോദിച്ചാൽ മതിയാകുന്നതാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ രൂപത്തിൽ മറ്റേ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, പിന്നെ അതുപോലെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം പടച്ചോനിൽ തവക്കുലാക്കി. അല്ലാഹുവേ വിവരം കുറവാണ്, ഈമാൻ കുറവാണ്, തഖ്വ കുറവാണ്, എല്ലാം കുറഞ്ഞ ആളുകളാണ്. അല്ലാഹുവേ നീയാണ് സ്വീകരിക്കേണ്ടത്, നീ കബൂലാക്കണേ എന്നൊക്കെ മനസ്സിൽ കരുതി നല്ല രൂപത്തിൽ ഇറങ്ങുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നോ അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ എപ്പോഴാണോ നിങ്ങൾ ഹജ്ജിന് പോകുക അതിനു മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ്, നിങ്ങൾ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് പറയാം 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുക, 100 വട്ടം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയുക. എന്നിട്ട് നല്ലവണ്ണം കരഞ്ഞു ദുആരക്കുക. അതായത് പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ട് വേണം നമുക്ക് അവിടെ ചെല്ലാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുന്ന ഹജ്ജ്, അതുപോലെ ഉംറ, അതുപോലെ മദീന സിയാറത്ത്, മദീന സിയാറത്ത് അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. മദീന സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പട്ടണം കാണാൻ വേണ്ടി നിങ്ങൾ പോകും അല്ലേ. ഇപ്പോൾ പറഞ്ഞ അനുസരിച്ച് നിങ്ങളൊക്കെ നേരെ മക്കയിലേക്കായിരിക്കും പോവുക. ചിലപ്പോൾ മക്കയിൽ ചെന്നിട്ട് മദീനയിൽ പോയി വീണ്ടും മക്കത്ത് വരുന്ന ആളുകളുണ്ടാകും, അല്ലെങ്കിൽ ഹജ്ജെല്ലാം കഴിഞ്ഞിട്ട് മദീനയിൽ പോകുന്ന ആളുകളുണ്ടാകും. എങ്ങനെയും ആവട്ടെ, അപ്പോൾ മദീനയിൽ ചെല്ലുമ്പോൾ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്നൊക്കെ ആ സലാം പറയാൻ കിട്ടുന്ന ഒരു അവസരമുണ്ട്. അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. ഈ മക്ക മദീന എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല, അവിടെ കാണാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ ഈ ഇവിടെ നമ്മൾ വണ്ടർലായിലൊക്കെ ചെന്ന് എന്തൊക്കെയാണ് നമ്മൾ കാണാത്ത, ഇങ്ങനെ വരും അങ്ങനെയൊക്കെ വരുന്നു, അതൊന്നും അവിടെ ഇല്ല അല്ലേ. അവിടെ കുറേ മരുഭൂമിയും കുറേ ഒട്ടകങ്ങളും അതും ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് ഏറ്റവും കാണാനുള്ളത് പരിശുദ്ധമായ കഅബയാൻ, വിശുദ്ധമായ മദീന മുനവ്വറയാൻ. അവിടെയൊക്കെ വല്ലാത്ത അനുഭൂതിയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയണമെന്നുണ്ട്. ഇത്രയും സമയമായില്ലേ, ഇത് മതി. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മൾ പറഞ്ഞതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും പരിപൂർണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا عليك توكلنا وإليك أنبنا وإليك المصير. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും ഞങ്ങളുടെ ദുആയും ഞങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ പോരായ്മകളും പരിഹരിച്ച് നീ കബൂലാക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളെല്ലാവരും നിന്റെ അടിമകളാണ്, നീ ഞങ്ങളുടെ യജമാനനാണ്. അടിമകളാകുന്ന ഞങ്ങൾ യജമാനനാകുന്ന നിന്നോട് യാചിക്കുകയാണ് അല്ലാഹു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്തും മാപ്പാക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ചെയ്തു പോയ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഇത് ഞങ്ങളുടെ തൗബയാണ്, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹു. ഞങ്ങൾ
ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, കുടുംബക്കാർ, കൂട്ടുകാർ, നാട്ടുകാർ, വേണ്ടപ്പെട്ടവർ പലരും ഖബറിലാണ്. അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇരിക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ അതിഥികളായി നിന്റെ അതിഥികളായി വരികയാണ് ഹജ്ജിന് വേണ്ടി. നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, അവരുടെ ഈ ഇരുത്തം നീ സ്വീകരിക്കണേ അല്ലാ. ഈ ഹാജിമാരെ നീ കബൂലാക്കണേ അല്ലാ. അവരുടെ മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ഒരുപാട് പേര് പലരും രോഗികളാണ്, പല അസ്വസ്ഥതകളുള്ളവരാണ്. എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഹജ്ജ് ചെയ്യാൻ തടസ്സമാകുന്ന എന്തെല്ലാം ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഉണ്ടോ അതിൽ നിന്നെല്ലാം നീ കാക്കണേ അല്ലാ. മനസ്സിന് റാഹത്താകുന്ന നിലയിൽ നല്ല രൂപത്തിൽ അല്ലാഹുവേ ഹജ്ജും ഉംറയും അതുപോലെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്ത് നാട്ടിലേക്ക് ഖൈറായി മടങ്ങി വരാൻ ഈ ഹാജിമാർക്ക് ഹജ്ജുമ്മമാർക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനങ്ങളുടെ പൈസ നീ ഹലാലാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനങ്ങളുടെ ചിന്തകളെ നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ നോട്ടങ്ങളെ നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ വാക്കിനെ പ്രവൃത്തിയെ നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ കൂട്ടത്തിൽ ഒരുപാട് പേര് ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വർഷം കിട്ടിയില്ല. റഹ്മാനെ, ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഖൈറായ നിലയിൽ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ റബ്ബേ, ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയിട്ട് അവിടെ വെച്ച് എന്തെങ്കിലും അസുഖം എന്ന് ഹജ്ജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുത്തല്ലേ അല്ലാ, വരുത്തല്ലേ അല്ലാ, വരുത്തല്ലേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായി നീ സ്വീകരിക്കണേ അല്ലാ. ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ ചെന്നിട്ട് നല്ല രൂപത്തിൽ ദുആ ചെയ്യാനും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് വേണ്ടി ദുആരക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ കഅബ ആദ്യമായി കാണുന്ന സമയത്ത് റബ്ബേ അല്ലാഹു അത് ഞങ്ങളുടെ അവസാനത്തെ കാഴ്ചയാക്കല്ലേ അല്ലാ. ഇനിയും ഒരുപാട് വട്ടം ആ കഅബയെ കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നീ തരണേ അല്ലാ. പടച്ചവനെ, ഹജ്ജ് ചെയ്ത ഒരു ഹാജി ഉമ്മ പ്രസവിച്ചതുപോലെ ശുദ്ധ പ്രകൃതിയായി നാട്ടിലേക്ക് മടങ്ങി വരുമെന്നാണല്ലോ. അല്ലാഹുവേ, ആ ഗണത്തിൽ ഈ പാവപ്പെട്ട ഹാജിമാരെ ഹജ്ജുമ്മമാരെ നീ പെടുത്തണേ അല്ലാ. ഹജ്ജ് ചെയ്ത ഹാജി അല്ലാഹുവേ 40 ദിവസം അവരുടെ ദുആ സ്വീകരിക്കുമെന്നാണല്ലോ. ഇവരുടെ എല്ലാവരുടെയും ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ലോക മുസൽമാന് വേണ്ടി, ലോക മുസൽമാന്റെ ഇസ്സത്തിന് വേണ്ടി, അഭിമാനത്തിന് വേണ്ടി ദുആരക്കാൻ ഇവർക്ക് നീ ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മുസ്ലിം സമുദായം പല പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ്. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഇസ്സത്തോടെ മുസ്ലിമായി ജീവിച്ച് അവസാനം കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സ് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്ക് നീ ഖൈറ് കൊടുക്കണേ അല്ലാ. അവരുടെ പ്രവർത്തനങ്ങളിൽ നീ ഈമാനും ഇഖ്ലാസും കൊടുക്കണേ അല്ലാ. ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നിങ്ങളോട് ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്യും. അപ്പോൾ ഓരോ ആളുകൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു പക്ഷെ അവിടെ പോയിട്ട് ദ്വാരക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ നിങ്ങൾ അവിടെ വെച്ച് എപ്പോൾ ദ്വാ ചെയ്താലും അള്ളാഹുവേ, നാട്ടിൽ വെച്ച് ഒരുപാട് പേര് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരാരൊക്കെയാണെന്ന് നിനക്കറിയാം. എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിച്ച് കൊടുക്കുക റബ്ബേ. അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ എന്ന് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ദ്വാരക്കുക. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. നിങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങളൊക്കെ ദ്വാരക്കും ഇൻഷാ അല്ലാഹ്. ഒരു 3 വട്ടം നമുക്ക് തൽബിയത്ത് അതൊന്നിച്ച് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം.
ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അതിൻ്റെ അർത്ഥം, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹു നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. അല്ലാഹു ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ നീയല്ലാതെ വേറൊരു ആരാധനക്കർഹനില്ല. വല്ലാത്തൊരു വാക്കാണ്, നീയല്ലാതെ വേറെ ഒരു ആരാധനക്കർഹനില്ല. നിശ്ചയമായും എല്ലാ സ്തുതികളും എല്ലാ ഹംദുകളും അല്ലാഹുവേ നിനക്കാകുന്നു, നീ ഏകനാകുന്നു എന്നാണ് അതിൻ്റെ ഏകദേശാർത്ഥം. ഒന്നുകൂടി പറഞ്ഞു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അൽഹംദുലില്ലാ, ഇന്നത്തെ ഹജ്ജ് ക്ലാസിൻ്റെ ആ വീഡിയോ നിങ്ങൾ കണ്ടു അല്ലെ? ആ പ്രഭാഷണം കേട്ടു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹജ്ജിന് പോകുന്ന ഹാജിമാർ, ഈ വർഷം ആരൊക്കെ ഹജ്ജിന് പോകുന്നു എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. പലരുടെയും ഹജ്ജ് പ്രാവശ്യം മുടങ്ങിപ്പോയി. അല്ലാഹു തആല അവർക്കൊക്കെ പകരമായി വേഗത്തിൽ തന്നെ വരുന്ന വർഷങ്ങളിൽ തന്നെ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അവർക്കും നമുക്കും അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് എപ്പോഴും ദുആയുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.